ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ചോറ് പാത്രം ഇട്ടാൽ നോക്കുന്നത് കണ്ണൻ്റെ ശംഖുവിൻ്റെ. അപ്പോൾ ചോറെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടനാട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന അരിയാണ്. അത് കൃഷി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് പ്രത്യേകം വാങ്ങിച്ചതാണ്. അപ്പോൾ അച്ചാറുണ്ട്, മീൻ വറുത്തുണ്ട്, പപ്പടമുണ്ട്, പിന്നെ അതുപോലെ ചെമ്മീനും പീച്ചിങ്ങയും കൂടി, പടവലങ്ങയല്ല കേട്ടോ, എനിക്ക് പടവലങ്ങ എപ്പോഴും വരത്തുള്ളൂ, പീച്ചിങ്ങയും കൂടി അരച്ചിട്ട് കറിയുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടോ ഈ കണ്ടമാനം ചോറും ഇത്രയും കറിയൊക്കെ എന്തിനാണെന്ന്? കറി പിന്നെ എനിക്ക് എല്ലാം ഇങ്ങനെ വേണം, ഒരു 3-4 കൂട്ടം കറിയൊക്കെ വേണം. ശരിക്കും എനിക്ക് തന്നെ അങ്ങനെ വേണം. പിന്നെ ചോറെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നല്ല പണിയെടുത്ത് വിഷമിച്ച് തളർന്നാൽ വന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. അവരുടെ വയറ് നല്ലോണം നിറയണം, നിറഞ്ഞിങ്ങനെ പൊട്ടണം എന്നുള്ള രീതിയിലാണ് ഞാൻ ചോറ് കൊടുക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയാം. പിന്നെ അവർ ആവശ്യത്തിന് കഴിക്കട്ടെ, ഒരിക്കലും കുറഞ്ഞു പോയി എന്നൊരു തോന്നൽ അവർക്ക് വരരുത് അവരുടെ മനസ്സിൽ. അത് നമ്മൾ ആർക്ക് ഭക്ഷണം കൊടുത്താലും അങ്ങനെയാണ്, നല്ല ടേസ്റ്റിലും അതുപോലെ നല്ല രീതിയിലും നല്ല ക്വാണ്ടിറ്റിയിലും ഭക്ഷണം കൊടുക്കണം. അല്ലെങ്കിൽ അവരിങ്ങനെ അയ്യോ കുറഞ്ഞു പോയില്ല, ഭക്ഷണത്തിന് ഒരിക്കലും നമ്മളങ്ങനെ കുറഞ്ഞു പോയി എന്ന് ഒരിക്കലും ഒരാളും വിചാരിക്കരുത്. പിന്നെ ഇന്ന് രണ്ടുപേർക്ക് ഒറ്റ കറിപ്പാത്രത്തിലേ ഉള്ളൂ കേട്ടോ, കാരണം വേറൊന്നും കൊണ്ടല്ല, രണ്ടുപേരും ഒരു സ്ഥലത്താണ് പണി ചെയ്യുന്നത്. അപ്പോൾ ഇനി പല പാത്രം കഴുകണ്ടല്ലോ എന്ന് കേട്ട് ഞാനെല്ലാം ഒറ്റ കറിപ്പാത്രത്തിലെല്ലാം കൊടുത്തിരിക്കുന്നത്, പപ്പടവും കറിയെല്ലാം അങ്ങനെയാണ്.